ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് സമ്മർ ക്യാമ്പിൽ കൈ ലോക്ക് ചെയ്ത് പിടിച്ചിട്ട് ഷാർപ്പ് ചെയ്ത് പിടിച്ചിട്ട് കിക്കിങ് പ്രാക്ടീസ് ചെയ്യാം. ഇത്ര ദിവസം നമ്മൾ വോളിൽ പിടിച്ചുകൊണ്ട് ആ കിക്കിങ്ങിൻ്റെ റിതം കറക്റ്റ് ചെയ്തു അല്ലേ, എല്ലാവരും കറക്റ്റ് ചെയ്തില്ലേ? ഇനി നമുക്ക് ആ സെയിം റിതം തന്നെ ഫ്ലോട്ടിങ് നമ്മൾ പഠിച്ചാണല്ലോ, ആ ഫ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ റിതത്തിൽ തന്നെ കിക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും കേട്ടോ. റിതം തെറ്റിക്കരുത്, നന്നായി ഷാർപ്പ് ചെയ്ത് പിടിക്കുക. അതേപോലെ രണ്ട് കാലം കൊണ്ട് വേണം പുഷ് ഓഫ് ചെയ്യാൻ, രണ്ട് കാലം കൊണ്ട് പുഷ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ കിക്ക് ചെയ്തിട്ട് പോകാൻ. അതെങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കേണ്ട വെച്ചാൽ കൈ ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴേ ഒരു കൈ ഇങ്ങനെ വെച്ച് ഒരു കൈ ബാക്കിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യണ്ടോ, ഇങ്ങനെ ലോക്ക് ചെയ്യുന്ന സമയത്ത് തല ഇങ്ങനെ പുറത്തോട്ട് വരാണ്ട് നോക്കണം കേട്ടോ. മിക്കത് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അത് ഷാർപ്പാണോ? അപ്പൊ ഇങ്ങനെ പിടിച്ചാൽ ഷാർപ്പാണോ? ഇതല്ലേ ഷാർപ്പായിട്ട് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ നിൽക്കുമല്ലേ ഷാർപ്പായിട്ട് നിൽക്കുന്നത്. പക്ഷെ ചിലവര് കൈയൊക്കെ ഇങ്ങനെ പിടിക്കും, പക്ഷെ കൈ ഇങ്ങനെ ഇരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് കൂടുതലാണ്. ഓക്കെ, നമ്മൾ മാക്സിമം ഷാർപ്പ് ചെയ്ത് പിടിച്ചാലാണ് കുറച്ച് എഫേർട്ടിൽ നമുക്ക് കൂടുതൽ ദൂരം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ആയിട്ട് നീന്തൽ പഠിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പഠിച്ചാൽ പോലെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക എല്ലാവരും. രണ്ട് കാലം കൊണ്ട് പുഷ് ഓഫ് ചെയ്യുക. ഓക്കെ, അതിങ്ങനെ ലോക്ക് ചെയ്യുക, ബ്രീത്ത് എടുക്കുക, എന്നിട്ട് തല ഡൗൺ ചെയ്തിട്ട് ഫേസ് വെള്ളത്തെ ഡൗൺ ചെയ്തതിനു ശേഷം പുഷ് ഓഫ് കിക്ക്. കണ്ടോ, പെട്ടെന്ന് എത്തിയില്ലേ? അത് ഷാർപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ്. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഇനി ചിലവര് വെറുതെ എങ്ങനെങ്കിലും അടിക്കും. കിക്ക് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അടിക്കാന്നല്ല, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം, ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. നോക്ക്, നിങ്ങൾ ഒരുപാട് കാലം മടക്കി അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ എഫേർട്ട് എടുക്കും, പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് മൂവ് ചെയ്യില്ല, അതൊരു ഓവർ സ്ട്രെയിൻ ആയിരിക്കും. ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്ക്, കണ്ടോ വ്യത്യാസം? കണ്ടോ, ഇപ്പൊ ചെയ്താണോ നേരത്തെ ചെയ്താണോ നല്ലത്? അതല്ലേ കറക്റ്റ്? കുറച്ചുകൂടെ സ്പീഡ് കൂടുതലും അതേപോലെ എഫേർട്ട് കുറവും അതല്ലേ? അപ്പൊ അതേപോലെ ചെയ്യാം. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യേണ്ടത്. നിങ്ങൾ കാല് നേരെ ചെയ്താലല്ലേ അത് കിട്ടുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. 1 by 1 ആയിട്ട് ഇറങ്ങിയിട്ട് അതേപോലെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.